പുതുക്കാട് കൊടകര മേഖലയിൽ ശക്തമായ വേനൽ മഴയെത്തി. മഴയിൽ നാശനഷ്ടങ്ങളും. ശനിയാഴ്ച വൈകിട്ടാണ് ശക്തമായ മഴയും കാറ്റും ഉണ്ടായത്. ചെങ്ങാലൂർ ശാന്തിനഗർ ഈശാനിമംഗലം വീടിന്റെ മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. വീട് ഭാഗികമായി തകർന്നു. കാട്ടൂർ വടക്കുമുറി രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കുരയാണ് തകർന്നത്. വീട്ടിൽ കൊച്ചുമകൾ സ്വാന്തന ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ചെങ്ങാലൂർ ആമ്പാട്ട് ലൈനിൽ തെങ്ങ് വൈദ്യുത കമ്പിയുടെ മുകളിൽ വീണു. മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കാറ്റിൽ വീണ് നാശമുണ്ടായി. ചെങ്ങാലൂർ മേഖലയിൽ വ്യാപകമായി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ജാതി, തെങ്ങ്, കവുങ്ങ്, വാഴ കൃഷികൾ നശിച്ചിട്ടുണ്ട്. മണലി മടവാക്കര റോഡിൽ മരവും വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം. ശനിയാഴ്ച വൈകിട്ട് മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ കശുമാവ് ഒടിഞ്ഞ് വൈദ്യുത പോസ്റ്റിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുത പോസ്റ്റ് തകർന്ന് റോഡിലേക്കും വീണതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പുതുക്കാട് ബസാർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന വലിയ പരസ്യ ബോർഡ് മറ്റൊരു കെട്ടിടത്തിലേക്ക് തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡിന്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് അടക്കം അടർന്നു വീണ നിലയിലാണ്. ബസാർ റോഡിലേക്ക് ഇത് തകർന്നു വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. പക്ഷേ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് ഇപ്പോഴും ഏതു സമയവും നിലംപതിക്കാവുന്ന നിലയിലാണ് വീണ് കിടക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള ബസാർ റോഡിൽ കൂറ്റൻ പരസ്യ ബോർഡ് യാത്രക്കാർക്കും 11 kV വൈദ്യുത ലൈനിനും അപകട ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുയരുന്നുണ്ട്. അനധികൃതമായി പരസ്യ ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു ഫ്ലെക്സ്. അത് അവർ യാതൊരു നടപടി അതിനെപ്പറ്റി എടുത്തില്ല. ഇപ്പോൾ വളരെ അപകടകരമായ രീതിയിൽ അത് ഒരു ബിൽഡിങ്ങിലേക്ക് വീണു. ഞങ്ങളുടെ സൈഡിലേക്ക് വേണ്ടിയില്ല, ദൈവം സഹായിച്ച്. അത് വളരെ അപകടത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് നീക്കിയില്ലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുള്ള സംഗതിയാണ്. കളക്ട്രേറ്റിൽ വരെ കൊടുത്തിട്ടുണ്ട്. അവരാണ്ട് റിപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ആക്ഷൻ ഈ ഇലക്ഷൻ കാരനാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ആക്ഷനുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അവരുടെ വീട് ബിൽഡിങ് നശിച്ചു. ഇല്ല, ഇനി അത് നന്നാക്കണ്ടേ? അപ്പം അത് നമ്മുടെ വീട് ബിൽഡിങ്ങാണെങ്കിൽ നമ്മൾ നന്നാക്കേണ്ടത് തന്നെ. അപ്പോൾ അവർ വന്ന് എന്തെങ്കിലും ഞങ്ങൾ വന്ന് കോമ്പൻസേഷൻ വന്നാൽ എന്താ കാര്യം? നമ്മളെന്തോരം ബുദ്ധിമുട്ടുണ്ട് പണിതുണ്ടാക്കിയത്. ഞങ്ങളിപ്പോൾ അടുത്തുണ്ടാക്കിയത് പണിതതാണ്. മഴയിലും കാറ്റിലും ആമ്പല്ലൂരിൽ പഴയ KSRTC സ്റ്റാൻഡിന് മുന്നിൽ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണു. പിന്നീട് നാട്ടുകാർ ഇത് നീക്കം ചെയ്തു. ചെങ്ങാലൂർ വില്ലേജ് ഓഫീസ് റോഡിലും വൈദ്യുത പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. മേഖലയിൽ വ്യാപകമായി മരങ്ങൾ കാറ്റിൽ വീണ് നാശനഷ്ടമുണ്ടായി. വരാക്കരയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. നീന്തൽക്കുളത്തിന് സമീപം വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണ് മതിലിന് കേടുപാടുകൾ സംഭവിച്ചു. മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീഴുകയും ചെയ്തു. കാളക്കല്ല് തെക്കേക്കര റോഡിൽ മരം വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു വീണു. അതേസമയം തൃശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലും മഴയുണ്ടായി. പലയിടത്തും മികച്ച മഴ ലഭിച്ചതോടെ ചൂടിന് കുറവുണ്ട്. മെയ് 5 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് പുറമെ ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു.